ഇയറുടെ രാത്രിയുടെ അല്ല കേട്ടോ, വരാൻ പോകുന്ന പകലിൻ്റെയാ. അതെ, സമയം പുലർച്ചെ 5:30. എക്സാമിൻ്റെ സമയത്ത് പോലും എണീക്കാത്ത ഞാൻ ഇത്രയും ഡെഡിക്കേഷനോടെ പോകുന്നതിനൊരു കാരണമുണ്ട്. നല്ല തണുപ്പത്തുതാ ഈ കാഴ്ച കാണാനാ. കാഴ്ച കാണാൻ മാത്രമല്ല, വന്നതിനൊരു ഉദ്ദേശം കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ചെറുപ്പത്തിലെ എനിക്ക് തീരെ പേടിയില്ലാത്ത 2 സാധനമുണ്ട്. ഒന്ന് ഹൈറ്റ്, മറ്റൊന്ന് വെള്ളം. വലുതാകുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും ഇന്നും മാറ്റമില്ലാത്ത ഒന്ന് അത് മാത്രം. ലുട്ടാപ്പി കുന്തം പിടിച്ച് നിൽക്കുന്ന പോലെ ഞാൻ ഈ നിൽക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതെ, കയാക്കിംഗ്. ഈ ബുദ്ധി എൻ്റെ തലയിൽ ഉച്ചല്ല, ബാക്കി 2 തലയിൽ വന്നതാ. എന്തായാലും അത് വളരെ മികച്ചൊരു തീരുമാനമായിരുന്നെന്ന് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടില്ലേ, എറണാകുളത്തേക്കുള്ള എൻ്റെ യാത്ര തന്നെ എന്തെന്നൊക്കെയുള്ള ഒരു ഒളിച്ചോട്ടായിരുന്നത്. എല്ലാ ദിവസവും ഒരുപോലെ യാന്ത്രികമായി പോകുന്ന ആൾക്കാർക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഇത്. എനിക്കും അതെ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രയിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നത്. ഇത് പക്ക ഒരു റിഫ്രഷിങ് ആയിട്ടാണ്. 1 മിനിറ്റിൽ മിനിമം 100 കാര്യം ആലോചിക്കുന്ന എൻ്റെ മനസ്സ് ഇവിടെ വന്നപ്പോൾ അത്രയും റിലാക്സ്ഡ് ആയി. ഇവിടെ ഒരുപാട് കയാക്കിംഗ് സ്പോട്ട് ഉണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തും പല റേറ്റാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് അക്വാറിയസ് കയാക്കിംഗ് ആണ്. ഇവിടെ പെർ ഹെഡ് ഞങ്ങൾക്ക് 500 ആണ് ചാർജ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ കൂടെ മെൻറ്ററായിട്ട് ഒരാളുണ്ടാവും. ഹീ ഗൈഡഡ് അസ് വെരി വെൽ ആൻഡ് ഹീ ഈസ് വെരി കൂൾ. ഞങ്ങൾ ചൂസ് ചെയ്തത് മോർണിംഗ് ആണ്. ഈവനിങ് ആകുമ്പോൾ സൺസെറ്റൊക്കെ ആയിട്ട് നല്ല വൈബായിരിക്കും, പക്ഷേ കുറച്ച് റഷാണെന്ന് തോന്നുന്നു. മോർണിംഗ് ആകുമ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാമല്ലോ. അങ്ങനെ മൊത്തത്തിലൊന്ന് റിഫ്രഷ് ആയിട്ട് ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. കയാക്കിങ്ങിൻ്റെ സ്പോട്ട് വരുന്നത് എറണാകുളം കടമക്കുടിയാണ്.